ആ പറഞ്ഞോ. എടാ എനിക്കിന്ന് 7 മണിക്ക് മുന്നേ വീട്ടിലെത്തണം. ആര്? അവളുണ്ടെങ്കിലോ? പിന്നെ നല്ല ഓളമാണ്. എന്റെ ഉള്ള ഓളവും കൂടി പോവും. ഒന്ന് പോടി അവിടുന്ന്. അതൊന്നും വേണ്ട, അവളൊന്നും ശരിയാവൂല. പിന്നെ കാണുന്ന കടയിൽ മുഴുവൻ ചേച്ചി നമുക്ക് ബജി കഴിക്കാം, സമോസ കഴിക്കാം, പപ്സ് കഴിക്കാന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് കയറ്റിക്കും. ആ വേണ്ട. ശരി. അയ്യോ അവള് വരുന്നുണ്ടേ, ഞാൻ വിളിക്കാം. ചേച്ചി കോഴി. അയ്യേ കോഴി. അയ്യേ ഇതെന്തിനാണ് ഇതിനേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്തുവാടെ അയ്യ കോഴി എന്നൊക്കെ? എന്ത് വർത്താനോടെ ഇത്? അയ്യ കോഴിന്ന് നീ എടി ഇതിന്റെ മുഖത്തോട്ട് നോക്കി, എന്തൊരു തലയെടുപ്പാണ്. ഭയങ്കര കോഴിയല്ലേ ഇത്? ഇത് പുലിയാണ്, പുലി. അയ്യോടാ ചക്കര. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നടി? കൊണ്ടുപോടി അവിടുന്ന്. കൊണ്ടുപോവാനാ? എവിടെ കൊണ്ടുപോവാൻ? ഇതെന്തിനു കൊണ്ടുവന്ന ഇവിടെ? ഞാൻ വളർത്താൻ കൊണ്ടുവന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഈ സാധനത്തിനെ വീട്ടിന്റെ അകത്ത് കയറ്റാൻ പറ്റൂല. വീടിന്റെ അകം മുഴുവൻ കാഷ്ടിച്ചു വെക്കും. പിന്നെ കാഷ്ടിച്ചു വെക്കും. എടി കോഴി ഇങ്ങ കൊണ്ടുവന്നാ കയ്യോടെ? ഓ കൊണ്ടുവന്ന്. ബെസ്റ്റ്. കൊള്ളാവോ? നാടൻ എന്ന് പറഞ്ഞിട്ട് ഇത് ഗിരിരാജയാണെന്ന് തോന്നുന്നു. നാടനൊന്നും അല്ല. ഗിരിരാജനാ? നാടനാണെന്നല്ല അമ്മൂമ്മ പറഞ്ഞേ. എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ല, പക്ഷെ മനസ്സിലാക്കിയത് ഇത് ഗിരിരാജയാണെന്നാണ്. നാടനാണത്, നാടൻ. അമ്മ ഒരു കാര്യം ചെയ്യും, ഐശ്വര്യായിട്ട് പിന്നെ ഒരു പേരിട്ടെ. പിന്നെ നിന്റെ കോഴിക്ക് പേരിടലല്ലേ എന്റെ ജോലി. എന്റെ 2 മക്കൾക്ക് പോലും എനിക്ക് പേരിടാൻ വയ്യായിരുന്നു. അതല്ലേ എന്റെ അച്ഛനെ ഏൽപ്പിച്ചത്. പിന്നെ നമുക്ക് ചിക്കു നിട്ടാലോ? ചിക്കു? കോഴിക്കിടാൻ പറ്റിയ പേര് ചിക്കൻ ചിക്കു. ശശി നിട്ടോ? പൊടി. അപ്പൊ വേണ്ട, സോമൻ നിട. എന്തോ അമ്മ ഈ പറഞ്ഞല്ലോ, നാടൻ പേര് മതി. കാരണം നാടൻ ഐറ്റം ആണെന്നാണല്ലോ പറയുന്നത്. എന്നാ അമ്മ ഒരു പേര് പറ. എനിക്ക് പേരൊന്നുമില്ലേ, നീ വല്ല ഇട്. എന്തെങ്കിലും വിളി. ഇവൻ എന്റെ സൂപ്പർ ഹീറോ ആണ്. അപ്പൊ നമുക്ക് സൂപ്പർ ഹീറോയ്ക്ക് പറ്റിയ പേര് തന്നെ വേണം. മിന്നൽ മുരളി. മുരളി എന്ന് വിളിക്കാം. എങ്ങനെയുണ്ട്? മുരളിയുള്ള എന്റെ ഫേവറേറ്റ് ഹീറോ ആയതുകൊണ്ട് നടൻ മിന്നൽ മുരളിയല്ല, പഴയ നടൻ മുരളി. രണ്ട് കോഴി ഒരുപോലെ. അയ്യോ അയ്യോ മുരളി, മുരളി. അയ്യോ എന്റെ മുരളി. അങ്ങ് പൊയ്ക്കോ. അയ്യോ മുരളി. മുരളി. അമ്മ ഇവിടെ പണി. നിനക്ക് വല്ല കാര്യമുണ്ടാ കോഴിയെ പിടിക്കാനായിട്ട് ഓടിയത്? എല്ലാരും കൂടെ ഓടിയപ്പോ ഞാനൊരു ആവേശത്തിന് ഓടി. ഈ വണ്ണം വെച്ചിട്ട് ഓടും. അത് വണ്ണമുള്ളവർക്ക് ഓടിക്കൂടെ? വണ്ണമുള്ളവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? നിങ്ങൾ മെലിഞ്ഞവര് മാത്രം ജീവിച്ചാൽ മതിയോ? പറഞ്ഞാൽ മനസ്സിലാവും. അതായത് കുറച്ചേരം കഴിയുമ്പോ അങ്ങ് മാറി എണ്ണ കിട്ട. അത് അവിടെ കാലിൽ അങ്ങനെയായതുകൊണ്ട് നീരൊന്നുമില്ല. നീ നിസ്സാരമായിട്ട് കാണ്. ഇനിയിപ്പോ എന്താ പറയുമോ, ഇത് തൂക്കിയിട്ടോണ്ടിരിക്കുമ്പോ കൂടുതൽ നീര് വെക്കും. മനസ്സിലായോ? എന്നിട്ടോ ഞാൻ അനങ്ങാതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ കാര്യം നടക്കണ്ടേ? അതുകൊണ്ടാ പറഞ്ഞത്, കുറച്ച് തിരുമിട്ട് റെസ്റ്റ് എടു. പറയുന്ന കേക്ക്. കോഴിയെ പിടിക്കാൻ ഓടി. പിള്ളേര് നിൽക്കുന്നതിന് താളത്തിന് തുള്ളിക്കോണം കേട്ടോ. എന്ത് രസമാണ് എന്റെ കോഴിയുടെ കൂലയൊക്കെ. ആഹാ, ഒരുപാട് കോഴികളെ മേടിക്കണം. ഈ മുറ്റം നിറച്ചും കോഴികളെ കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ ഒരുപാട് മുട്ട കിട്ടും. ആഹാ, ഒന്നെനിക്ക് പൊടി അവിടുന്ന്. ഇതിനൊന്നും ഉറക്കോ ഇല്ലേ? നാശം. നേരം വെളുക്കുമ്പോഴാണ് കോഴികൾ പോകുന്നത്. ഇത് രാത്രി കിടന്ന് ആലത് വിളിച്ചോളും. മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കൂല. ചേച്ചി, ചിലപ്പോ എന്നെ കാണാത്തോണ്ടായിരിക്കും അത് കരയണത്. ഓ, നിന്നെ കാണാത്തോണ്ട് കരയാ? നീ എന്തോ നടി അതിന്റെ തള്ളക്കോഴിയാ. ചേച്ചി നിനക്ക് അറിഞ്ഞൂടെ ചേച്ചി, മനുഷ്യരും മൃഗവും തമ്മിൽ ഒരു വലിയൊരു ആത്മബന്ധമുണ്ട്. പണ്ട് അങ്ങ് ഇംഗ്ലണ്ടിലെ ഒരു കോഴി അതിന്റെ ഉടമസ്ഥനെ കാണാതായിട്ട് നിർത്തോ. സ്വിറ്റ്സർലാൻഡ്. കോഴിയുടെ കൂടെ പിന്നെയും കേക്കാം. നിന്റെ ഈ തള്ളു കേൾക്കാൻ എനിക്ക് വയ്യ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ.
എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്